നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. ആം ആദ്മി പാർട്ടിക്കാരനായ മുഖ്യമന്ത്രി ഭഗവന്ത് മന്നിൻ്റേതെന്ന് കരുതുന്ന വീഡിയോ ദൃശ്യങ്ങൾ പഞ്ചാബ് രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുകയാണ്. മന്നിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാൾ മദ്യപിക്കുന്നതും ശേഷം മദ്യം സിഖ് ഗുരുക്കന്മാരുടെ ചിത്രങ്ങൾക്കുമേൽ തളിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വീഡിയോ ദൃശ്യങ്ങൾ സിഖ് പരമോന്നത സഭയായ അകാൽ തഖ്ത് ഗൗരവത്തോടെ എടുക്കുകയും വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ 2 പൊതുമേഖലാ ഫോറൻസിക് ലാബുകളിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. വീഡിയോ AI നിർമ്മിതമോ വ്യാജമോ അല്ലെന്ന് പരിശോധനകൾ തെളിഞ്ഞുവെന്നാണ് ആരോപണം. തുടർന്ന് അകാൽ തഖ്ത് മുഖ്യമന്ത്രിക്കെതിരെ മതവിധി പുറപ്പെടുവിച്ചു. അദ്ദേഹത്തെ ഗുരുവിരുദ്ധനും ഖൽസ വിരുദ്ധനുമായി പ്രഖ്യാപിച്ചു. പിന്നീട് സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടാവുന്നത് വീഡിയോ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ മുഖ്യമന്ത്രി പുറത്തുവിട്ടപ്പോഴാണ്. വീഡിയോയിലുള്ളത് താനല്ലെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ഈ ഫോറൻസിക് ഫലം സമ്മർദ്ദം ചെലുത്തി നേടിയെടുത്തതാണെന്ന് ആരോപിച്ച് ഗുരുഗ്രാം പോലീസ് FIR ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫോറൻസിക് റിപ്പോർട്ട് വ്യാജമായി ഉണ്ടാക്കാനായി 10 ലക്ഷം രൂപ കൈമാറിയിരുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. 2 പേരെ ഗുരുഗ്രാം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പഞ്ചാബ് സർക്കാരുമായി ബന്ധപ്പെട്ടവരാണ് പണം കൈമാറിയതെന്ന് ഇതിലൊരാൾ വെളിപ്പെടുത്തിയതെന്ന് ഹരിയാന പോലീസ് പറയുന്നു. ജനുവരിയിൽ അകാൽ തഖ്ത് തന്നെ വിളിച്ചപ്പോൾ മുതൽ വീഡിയോ വ്യാജമാണെന്ന നിലപാട് ആവർത്തിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ തന്നെ തേജോവധം ചെയ്യാനും രാഷ്ട്രീയമായി തകർക്കാനും ഉദ്ദേശിച്ചുള്ളതാണെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വാദങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സംഭവങ്ങളുടെ പോക്ക്. ഗുരുഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്ത അരുൺ മെഹാന്ദ്രു, അങ്കിത് എന്നിവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മന്നിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇതിന്റെ പരിണിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പഞ്ചാബിൽ കാലുറപ്പിക്കാൻ BJP സർവ്വശ്രമവും നടത്തുന്നതിനിടയിലാണ് ഹരിയാന പോലീസിന്റെ പുതിയ അറസ്റ്റ്. ഹരിയാന BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ റിപ്പോർട്ട് നൽകാൻ BJP കേന്ദ്രങ്ങൾ ഫോറൻസിക് ലബോറട്ടറികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. യഥാർത്ഥ റിപ്പോർട്ട് തിരുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏത് റിപ്പോർട്ടാണ് യഥാർത്ഥം, ആരു പറയുന്നതാണ് ശരി എന്നറിയാതെ കുഴങ്ങുകയാണ് പഞ്ചാബിലെ വോട്ടർമാർ. അകാൽ തഖ്തിന്റെ നടപടികൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പിടിവള്ളിയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. അവിടെ BJPയുടെ പുതിയ രാഷ്ട്രീയ ചക്രവാളം എങ്ങനെ ഉദിച്ചുയരും എന്നുള്ളതാണ് രാഷ്ട്രീയ പഞ്ചാബ് നോക്കിക്കാണുന്നത്.